വാർത്തകൾ വിശദമായി നോക്കാം. തൃശൂർ പെരുമ്പിലാവ് കൊലപാതകത്തിലെ മുഖ്യപ്രതി ലിഷോയ് പിടിയിൽ. കൊലപാതക ശേഷം വീടിനടുത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഇയാൾ ഇന്ന് രാവിലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. റീൽസ് ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും സംശയവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിര പെരുമ്പിലാവിൽ ഇന്നലെ രാത്രിയാണ് അക്ഷയ് കൂത്തൻ എന്ന് പറയുന്ന യുവാവിനെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ 3 പേർ ഇന്നലെ തന്നെ പിടിയിലായിരുന്നു. ബാദുഷ, നിഖിൽ, ആകാശ് ഇവരെല്ലാവരും ഈ കൊല്ലപ്പെട്ട അക്ഷയുടെ സുഹൃത്താണ്. ഇതിൽ മുഖ്യപ്രതിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പിടിയിലായ ലിഷോയ്. ഇന്നലെ കൊലപാതകം നടത്തിയ ശേഷം സംഭവ സ്ഥലത്ത് നിന്നും ബൈക്കിൽ രക്ഷപ്പെട്ട ഇയാൾ പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് ഇയാളുടെ വീടിന് പുറകിലെ കുറ്റിക്കാട്ടിലേക്ക് എത്തി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് രാവിലെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് സാഹസികമായി ഈ ലിഷോയെ പിടികൂടിയത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ 4 പേരാണ് പിടിയിലായിട്ടുള്ളത്. ലിഷോയ്, മുഖ്യപ്രതി ലിഷോയ്, കൂട്ടുപ്രതികളായ ബാദുഷ, നിഖിൽ, ആകാശ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഈ ഒരു റീൽസ് ഇവർ കഴിഞ്ഞ ദിവസം ചിത്രീകരിച്ചിരുന്നു. ഈ റീൽസിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് ഒക്കെ നയിച്ചത്. ഈ കൊല്ലപ്പെട്ട അക്ഷയ് കൂത്തന്റെ സുഹൃത്താണ് ലിഷോയും ബാദുഷയും. ഇവരുടെ സുഹൃത്തുക്കളാണ് നിഖിലും ആകാശും. ഈ ലിഷോയും ബാദുഷയും ചേർന്ന് ഈ കൊല്ലപ്പെട്ട അക്ഷയ് കൂത്തന് താല്പര്യമില്ലാത്ത വ്യക്തികളുമായി റീൽസ് ചിത്രീകരിച്ചിരുന്നു. ഇതോടെ അക്ഷയ് കൂത്തൻ, കൊല്ലപ്പെട്ട അക്ഷയ്ക്ക് ഇവരുടെ സുഹൃത്തായ ലിഷോയും ബാദുഷായും ഗ്യാങ് മാറിയോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ ഉടലെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഇന്നലെ ഈ കൊല്ലപ്പെട്ട അക്ഷയ് ഇവരുടെ അടുത്തേക്ക് എത്തിയത്. മരത്തങ്കോട് സ്വദേശിയാണ് അക്ഷയ്. ഇവരുടെ അടുത്തേക്ക് എത്തിയതും പിന്നീട് ഈ റീൽസുമായി ബന്ധപ്പെട്ട് ചിത്രീകരിച്ചുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്തു. ഈ തർക്കത്തെ തുടർന്നുണ്ടായ ആക്രമണവും അതിന് തുടർന്നുണ്ടായതാണ് ഇന്നലെ ഉണ്ടായ കൊലപാതകം. ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചായിരുന്നു കൊല നടത്തിയത്. ഈ അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഈ അക്ഷയ് ഇന്നലെ തന്നെ മൃതദേഹം കുന്നംകുളം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ദേഹമാസകലം അക്ഷയ്ക്ക് വെട്ടേറ്റിരുന്നു. ആ ദൃശ്യങ്ങളിൽ ഒക്കെ കാണാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്നലെ തന്നെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട അക്ഷയും അതുപോലെ തന്നെ പിടിയിലായ 4 പേരും, ബാദുഷയും ലിഷോയും ഉൾപ്പെടെയുള്ള 4 പേരും നിരവധി ലഹരി കേസുകൾ ഉൾപ്പെടെ മറ്റു കേസുകളിലൊക്കെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്യാങ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്യാങ് മാറിയെന്ന സംശയവും അതുമായി ബന്ധപ്പെട്ട് ലഹരി കച്ചവടം ഉൾപ്പെടെയുള്ള തർക്കങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തു. അതേ തുടർന്നുണ്ടായ തർക്കവും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇന്നലെ രാത്രി തന്നെ പോലീസ് 3 പേരെ പിടികൂടിയിരുന്നു. ഇതിൽ ഈ പ്രതികളിൽ ബാദുഷയ്ക്ക് ഇന്നലെ ഉണ്ടായ ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ബാദുഷ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടാതെ മറ്റ് 2 പേർ, നിഖിൽ, ആകാശിനെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടി. ഇന്ന് രാവിലെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ലിഷോയും പോലീസിന്റെ പിടിയിലാകുന്നത്. ഇനിയും ഈ സംഘത്തിൽ മറ്റു കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ പിടിയിലായ 4 പേരെ കൂടാതെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതില ശരി, അനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.